ഇത് അംഗം ഇതുവരെയുള്ള സമരങ്ങൾ തോറ്റിട്ടും മാണിയെ കൊണ്ട് ബജറ്റ് അവതരിപ്പിക്കില്ല എന്ന് പ്രഖ്യാപിച്ചതോ അംഗം. തലേ ദിവസം ഞങ്ങൾ നിയമസഭയിൽ കിടന്നുറങ്ങിയപ്പോഴും പരാജയം മണത്തു എന്ന് മനസ്സിലാക്കാനുള്ള പഠിപ്പെങ്കിലും തികഞ്ഞില്ലല്ലോ UDF-കാരെ നിങ്ങൾക്ക്. ശേഷം എന്തുണ്ട് കയ്യിൽ? സ്പീക്കറെ കൊണ്ട് നടപടിയെടുപ്പിച്ച് നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങളെ നാണം കെടുത്തുന്ന പഴയ അടോ, അതോ നിയമസഭയിലെ ദൃശ്യങ്ങൾ നാട്ടുകാരെ കാണിച്ച് ഞങ്ങളെ നാണം കെടുത്തുന്ന ഫേസ്ബുക്കുകാരുടെ പുതിയ അടവോ? സമരം ചെയ്യും. സഖാക്കളെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. സമരം ചെയ്ത് സഖാക്കളെ തോൽപ്പിച്ചിട്ടുണ്ട് പലരും പലവട്ടം. എല്ലാ വാതിലുകളും ഉപരോധിച്ചിട്ടും KM മാണിയെ തന്ത്രപരമായി അകത്തുകയറ്റി ഉമ്മൻചാണ്ടി ആദ്യം തോൽപ്പിച്ചു. ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അനുമതി കൊടുത്ത് സ്പീക്കറും നമ്മളെ തോൽപ്പിച്ചു. ബഡ്ജറ്റ് വായിച്ച് മാണി സാറും നമ്മളെ തോൽപ്പിച്ചു. ആ ബഡ്ജറ്റ് അംഗീകരിച്ച ഗവർണർ നമ്മളെ തോൽപ്പിച്ചു. തോൽവികൾ ഏറ്റുവാങ്ങാൻ നമ്മൾ സഖാക്കളുടെ ജീവിതം പിന്നെയും ബാക്കി. മടങ്ങിപ്പോ. നേരിട്ട് കണ്ട് 4 ചോദ്യം ചോദിക്കാൻ തന്നെ വന്നതാണ് ഞങ്ങൾ. കള്ളത്തരം കൊണ്ടും ആക്രമണം കൊണ്ടും ശശി സഖാവിനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവരിൽ ആരുമില്ല. മടങ്ങിപ്പോ. സമരം ചെയ്യും. തോൽപ്പിക്കാനും കമ്പ്യൂട്ടറും ചെയറും അടിച്ചു പൊളിക്കാനും തന്നെയാണ് ഞങ്ങൾ വന്നത്. കക്കൂസ് എവിടെ? തോൽക്കരുത് ചാനലുകാരെ, ശശിസഖാവിന്റെ ചരിതം ഇവിടെ കഴിയട്ടെ. നിയമസഭയിൽ അക്രമം കാണിച്ച ഞങ്ങളുടെ കഥ നാട്ടുകാരറിയട്ടെ. എത്രയും വേഗം തിരുവനന്തപുരത്ത് പോകണം. നിയമസഭയിൽ പോയി തകർക്കപ്പെട്ടതെല്ലാം കാണണം. നിന്റെ ചാനൽ നാട്ടുകാർ കാണട്ടെ. എനിക്ക് പിറക്കാതെ പോയ ശശി സഖാവാണല്ലോ ഉണ്ണി നീ. അവർ തന്നെ വാഴ്ത്തട്ടെ, എന്നും വാഴ്ത്തട്ടെ. കാൾ മാർക്സേ നമഃ.